നമസ്കാരം, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മലയാളം ടെക്. നിങ്ങൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു DJ സ്റ്റുഡിയോ ഹെഡ്ഫോൺസ് ആണ്. OneOdio എന്ന് പറയുന്ന ചൈനീസ് ബ്രാൻഡിൻ്റെ സ്റ്റുഡിയോ പ്രോ 10 എന്ന് പറയുന്ന ഒരു മോഡലും സ്റ്റുഡിയോ പ്രോ 10G എന്ന് പറയുന്ന മറ്റൊരു മോഡലുമാണ് നിങ്ങൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇത് രണ്ടും അപ്പം സിമിലർ ആയിട്ടുള്ള ഹെഡ്ഫോൺസ് ആണ്, പക്ഷേ ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. അതെന്താണെന്ന് നമുക്ക് വഴിയേ പറയാം. അപ്പോൾ ഇത് ഈ പ്രൊഫഷണൽ ആയിട്ടുള്ള DJ ആൾക്കാരൊക്കെ ഉപയോഗിക്കുന്ന ടൈപ്പ് ഓഫ് ഹെഡ്ഫോൺസ് ആണ്. ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വളരെ ചുരുങ്ങിയ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് മേടിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഒരുപാട് ഹൈലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഉള്ളൊരു പ്രോഡക്റ്റാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. നമ്മുടെ ഇന്നത്തെ വീഡിയോ സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഏൺകരോ ആണ്. അഫിലിയേറ്റ് മാർക്കറ്റിങ്ങിലൂടെ സിമ്പിളായിട്ടും ബെസ്റ്റായിട്ടും ഏൺ ചെയ്യാൻ സാധിക്കുന്ന ഒരു അഫിലിയേറ്റ് പ്ലാറ്റ്ഫോമാണ് ഏൺകരോ. ഇതിൽ നിങ്ങൾക്ക് യാതൊരു ഇൻവെസ്റ്റ്മെന്റും കൂടാതെ ഏൺ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് പ്രത്യേകത. ഇന്ത്യയിലെ ടോപ്പ് മാർക്കറ്റ് പ്ലേസ് ആയ ഫ്ലിപ്കാർട്ട്, മിന്ത്ര, അജിയോ, ബിഗ് ബസാർ കൂടാതെ മറ്റു പല ഇ-കൊമേഴ്സ് വെബ്സൈറ്റുകളിലെയും പ്രോഡക്റ്റിന്റെ ലിങ്കുകൾ ഷെയർ ചെയ്ത് അതിൽ നിന്ന് ഓർഡർ ജനറേറ്റ് ചെയ്യുകയാണെങ്കിൽ അപ് ടു 50% കമ്മീഷൻ വരെ നിങ്ങൾക്ക് നേടാൻ സാധിക്കും. സൈഡായിട്ട് ഇൻകം ജനറേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു പ്ലാറ്റ്ഫോം തന്നെയാണ് ഏൺകരോ. അപ്പോൾ ഇതിലെ നിങ്ങളുടെ കമ്മീഷനാണ് നിങ്ങളുടെ ലാഭം എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് ഡയറക്റ്റ് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വിഡ്രോ ചെയ്യാൻ സാധിക്കും. മിനിമം വിഡ്രോവൽ ലിമിറ്റ് എന്ന് പറയുന്നത് വെറും 10 രൂപ മാത്രമാണ്. ഇനി എങ്ങനെ ഏൺകരോ യൂസ് ചെയ്യാൻ നോക്കാം. നമ്മുടെ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ഏൺകരോയുടെ ലിങ്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ ലിങ്ക് വഴി കയറിയാൽ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് സൈനപ്പ് ചെയ്ത ഉടനെ നിങ്ങൾക്ക് ഒരു 30 രൂപ വെൽക്കം ബോണസും ഇതിൽ ലഭിക്കും. അങ്ങനെ നിങ്ങൾ സൈനപ്പ് ചെയ്ത് ഹോം സ്ക്രീനിലേക്ക് വരുമ്പോൾ ധാരാളം പ്രോഡക്ട്സുകളൊക്കെ കാണാൻ സാധിക്കും, പല ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമിലായിട്ടുള്ളത്. അപ്പോൾ ഇതിൽ കാണുന്ന പ്രോഡക്ട്സ് നിങ്ങൾക്ക് ഗ്രൂപ്പിലേക്കും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്യാം. വാട്സാപ്പ്, ഫേസ്ബുക്ക്, സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിച്ച് ഷെയർ ചെയ്യാം. അപ്പോൾ അതിൽ നിന്ന് വരുന്ന ഓരോ സെയിൽസിനുമാണ് നിങ്ങൾക്ക് ഇൻകം ജനറേറ്റ് ആവുന്നത്. അപ്പോൾ നിങ്ങളൊരു ലിങ്ക് അയച്ചു കൊടുത്തിട്ട് ഈ ലിങ്ക് വഴി ഒരാൾ അത് കയറി പർച്ചേസ് ചെയ്ത് ആ പ്രോഡക്റ്റിൻ്റെ റിട്ടേൺ പീരീഡ് കഴിയുമ്പോഴായിരിക്കും നിങ്ങൾക്ക് അതിൻ്റെ കമ്മീഷൻ ലഭിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഫ്ലിപ്കാർട്ടിൽ ഈ ഒരു പ്രോഡക്റ്റ് നോക്കി വെച്ചേക്കാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ എടുത്തിട്ട് ഷെയർ ബട്ടൺ വഴി ലിങ്ക് കോപ്പി ചെയ്തെടുക്കുന്നു. അതിനുശേഷം നമ്മൾ ഏൺകരോ ആപ്പിലേക്ക് വന്നിട്ട് ഇതിൻ്റെ ലിങ്ക് മാത്രം, ഇതിൽ കുറച്ച് ടെക്സ്റ്റ് ഉണ്ട്, അത് റിമൂവ് ചെയ്യുക, ലിങ്ക് മാത്രം പേസ്റ്റ് ചെയ്തിട്ട് ജനറേറ്റ് ചെയ്യുമ്പോൾ പുതിയൊരു ലിങ്ക് നമുക്ക് ലഭിക്കും. അതാണ് നമ്മുടെ അഫിലിയേറ്റ് ലിങ്ക്. അപ്പോൾ ഇതുവഴി പർച്ചേസ് നടത്തി കഴിഞ്ഞാലാണ് ഇതിൻ്റെ കമ്മീഷൻ നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഏൺകരോ എന്തായാലും നിങ്ങൾ തീർച്ചയായും ചെക്ക് ചെയ്ത് നോക്കുക. നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, തീർച്ചയായും ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യുക. അപ്പോൾ താങ്ക് യു സോ മച്ച് ഏൺകരോ ഫോർ സ്പോൺസറിങ് ദിസ് വീഡിയോ. അപ്പോൾ നമുക്ക് അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ ഇവിടെ നമുക്കൊരു റെഡ് ഹെഡ്ഫോൺസും ഉണ്ട്, ഒരു ഗ്രേ ഹെഡ്ഫോൺസും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നോക്കുകയാണെങ്കിൽ മോഡൽ നെയിം എഴുതിയിരിക്കുന്നു, സ്റ്റുഡിയോ പ്രോ 10 എന്നും പ്രോ 10G എന്നും എഴുതിയിട്ടുണ്ട്. റൈറ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ രണ്ടും സിമിലർ ആയിട്ടുള്ളൊരു ഇമേജാണ് നൽകിയിരിക്കുന്നത്. ലെഫ്റ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ ഇത് കണ്ടോ, ഇവിടെ ഇതിൻ്റെ ഹൈലൈറ്റ്സ് ആണ് നൽകിയിരിക്കുന്നത്. ഹൈഫൈ സൗണ്ട് ക്വാളിറ്റി, സിംഗിൾ സൈഡ് മോണിറ്ററിംഗ്, കംഫർട്ടബിൾ ആൻഡ് ഫോൾഡബിൾ, അഡാപ്റ്റർ ഫ്രീ, ഷെയർ പോർട്ട് ടെക്നോളജി എന്നിങ്ങനെയുള്ള ഫീച്ചേഴ്സ് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെയും 50mm നിയോ ഡൈമിയം ഡ്രൈവേഴ്സ് എന്നൊരു ഓപ്ഷൻ എക്സ്ട്രാ വന്നിട്ടുണ്ട്. അത് തന്നെയാണ് രണ്ട് ഹെഡ്ഫോൺസിലും യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് ഡിസൈനിൽ വന്ന ചേഞ്ചസ് മാത്രമാണ്. ഇനി നമുക്ക് ഈ പ്രോഡക്റ്റിൻ്റെ ബാക്ക് സൈഡും കൂടെ നോക്കാം. ഇവിടെ പുറകിൽ ഇതിനെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. ഇവിടെ സ്പെസിഫിക്കേഷൻസ് കാണാം. അപ്പോൾ സ്റ്റുഡിയോ പ്രോ 10 നമുക്ക് ആദ്യം നോക്കാം. 20 ഹെർട്സ് തൊട്ട് 40 kHz വരെയാണ് ഫ്രീക്വൻസി റേഞ്ച് വരുന്നത്. അതുപോലെ 50mm നിയോ ഡൈമിയം ഡ്രൈവർ, മുമ്പേ പറഞ്ഞ പോലെ തന്നെ 2 പ്ലഗ് ടൈപ്പ് സപ്പോർട്ടഡ് ആണ്. 3.5mm നമ്മുടെ ഹെഡ്ഫോൺ ജാക്കും സപ്പോർട്ടഡ് ആണ്. 6.35mm സ്റ്റീരിയോ ജാക്കും സപ്പോർട്ടഡ് ആണ്. അത് 2 മോഡലിലും ഒരുപോലെ തന്നെ സപ്പോർട്ടഡ് ആണ്. പിന്നെ ഈ പ്രോഡക്റ്റിൻ്റെ ഇംപെഡൻസ് വരുന്നത് 32 ohms ആണ്. സെൻസിറ്റിവിറ്റി 110 ± 3 decibels എന്നാണ് എഴുതിയിരിക്കുന്നത്. മാക്സിമം ഇൻപുട്ട് പവർ എഴുതിയിട്ടുണ്ട് 1600 mW ആണ്. അതുപോലെ തന്നെ റേറ്റിംഗ് പവർ എന്ന് എഴുതിയിരിക്കുന്നത് 30 mW ആണ്. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റിന് 24 മാസം, അതായത് 2 വർഷം വാറൻറ്റിയാണ് കമ്പനി നൽകുന്നത്. ഇതിനായിട്ട് നിങ്ങളിത് ഓൺലൈൻ രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഈ കവറിൽ ഇവർ നൽകിയിട്ടുണ്ട് കേട്ടോ. അതുകൂടാതെ ഇവരുടെ സർവീസ് കോൺടാക്റ്റിനുള്ള നമ്പരും ഡീറ്റെയിൽസും ഒക്കെ ഇവിടെ നൽകിയിട്ടുണ്ട്. ആദ്യം ഞാൻ പ്രോ 10 ആണ് അൺബോക്സ് ചെയ്യുന്നത്, അതിനുശേഷം നമുക്ക് ഗ്രേ അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഇതുണ്ടോ, ഇങ്ങനൊരു ക്യാരി പൗച്ചിലാണ് ഈ ഒരു പ്രോഡക്റ്റ് വരുന്നത്. ഇതിൽ OneOdio ബ്രാൻഡിങ് ഉണ്ട്. അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്തിട്ട് നമ്മുടെ ഹെഡ്ഫോൺസ് പുറത്തെടുക്കാം. അപ്പോൾ ഇതുണ്ട്, ഇതിങ്ങനെ ഒരു ഫോൾഡബിൾ ഡിസൈനാണ്. നിങ്ങൾക്ക് കൊണ്ടു നടക്കാനൊക്കെ വളരെ എളുപ്പമുള്ള ഒരു കൈൻഡ് ഓഫ് ഡിസൈനിലാണ് ഈ പ്രോഡക്റ്റ് വരുന്നത്. നമുക്ക് ഈ കവറും കൂടെ അങ്ങ് റിമൂവ് ചെയ്തേക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഹെഡ്ഫോൺസ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ OneOdio എന്ന ബ്രാൻഡിങ് നൽകിയിട്ടുണ്ട്. പിന്നെ ഇവിടെ റെഡ് നൂല് വെച്ചാണ് സ്റ്റിച്ച് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇവിടെ നല്ല പാഡിങ്ങും കാണാം. ഇതിപ്പോൾ കൈ പിടിക്കുമ്പോൾ വലിയ വെയിറ്റോ കാര്യങ്ങളൊന്നും തോന്നില്ല കേട്ടോ, പക്ഷേ ഒരു ബിൽ ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുമുണ്ട്. പിന്നെ ഇതിൻ്റെ ഈ EMFs വരുന്നത്, ഈ ഒരു മെറ്റീരിയൽ വരുന്നത് അത്യാവശ്യം സോഫ്റ്റാണ് കേട്ടോ. എൻ്റെ നേരത്തെ ഫോക്കസ് റൈറ്റിൻ്റെ ഒരു സ്റ്റുഡിയോ മോണിറ്ററിങ് ഹെഡ്ഫോൺസ് ഉണ്ടായിരുന്നു. അത് അത്യാവശ്യം കട്ടി ഉണ്ടായിരുന്നു. ഇത് നല്ല സോഫ്റ്റാണ്. പിന്നെ ലെഫ്റ്റും റൈറ്റും ചാനൽ ഇതിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്.
ഇനി ഹെഡ്ഫോൺസിൻ്റെ ഇയർ പീസിൻ്റെ സൈഡ് നോക്കുകയാണെങ്കിൽ OneOdioയുടെ ലോഗോ ഇവിടെ കാണാം. അതുകൂടാതെ ഒരു സർക്കുലർ ഡിസൈനും ഇവിടെ കാണാം. ഇവിടെയൊക്കെ ക്രോം പ്ലേറ്റഡ് ആണ്. പിന്നെ താഴെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു 3.5mm പോർട്ടും ഉണ്ട്. ഇവിടെ ഒരു 6.35mm സ്റ്റീരിയോ പോർട്ടും ഉണ്ട്. അപ്പോൾ ഈ 2 പോർട്ട് കൊടുത്തേക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് ഞാൻ വഴിയേ പറയാം. നമുക്ക് ബോക്സിൽ വേറെ എന്തൊക്കെയാണോ ഉള്ളതെന്നും കൂടെ നോക്കാം. ഇതിലൊരു യൂസർ മാനുവൽ നൽകിയിട്ടുണ്ട്. ബോൺ ഫോർ DJ എന്നൊക്കെ എഴുതിയിരിക്കുന്നു. ഓക്കെ, ഇതിൽ അതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെയാണ് നൽകിയേക്കുന്നത്. എങ്ങനെ റൊട്ടേറ്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളും സംഭവങ്ങളെല്ലാം ഇതിൽ നൽകിയിട്ടുണ്ട്. വളരെ ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ്. പിന്നെയാണ് നമ്മുടെ വയർ വരുന്നത്. അപ്പോൾ ഇതിൽ 2 ടൈപ്പ് വയേഴ്സ് അവൈലബിൾ ആണ്. ഇതിൽ ഒരെണ്ണം 3.5mm to 3.5mm കേബിളാണ്. നമ്മുടെ സാധാരണ മൊബൈൽ ഫോൺസിലൊക്കെ വരുന്ന പോലെ ഒരുപാട് ലെങ്ത് ഒന്നുമില്ല, പക്ഷേ അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ളൊരു കേബിളാണ്. അപ്പോൾ ഈ ഒരു എൻഡ് നമുക്ക് ഡിവൈസിലും കണക്ട് ചെയ്യാം. അത് അത്യാവശ്യം സ്ട്രെങ്ത് ഉള്ള ഒരു സൈഡാണ്. ഇപ്പോൾ ഇത് അത്ര സ്ട്രെങ്ത് ഇല്ല, അതിനേക്കാളും കുറച്ചുകൂടെ സ്ട്രെങ്ത് കുറവാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് മൈക്കും കാണാം, ഒരു മൈക്രോഫോൺ ബട്ടണും ഉണ്ട്. അപ്പം കോൾസ് ഒക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ ഫോണിൽ കണക്ട് ചെയ്യുമ്പോൾ ഈ ഒരു കേബിൾ വേണം നിങ്ങൾ യൂസ് ചെയ്യാൻ. അതുകൂടാതെ മറ്റൊരു കേബിൾ വന്നേക്കുന്നത് 3.5mm to 6.35mm സ്റ്റീരിയോ ജാക്ക് വരുന്ന ഒരു കേബിളാണ്. ഇത് കണ്ടോ, ഇത് അത്യാവശ്യം നല്ല ലെങ്ത് ഉള്ളൊരു കേബിളാണ്. ഇതാണ് നമ്മൾ സൗണ്ട് കാർഡിൽ നിന്നും നമ്മുടെ മിക്സറിൽ നിന്നും ഒക്കെ കണക്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ സൗണ്ട് കാർഡ് ഡിവൈസിലും കണക്ട് ചെയ്യാം, ഈ എൻ്റെ നമ്മുടെ ഹെഡ്ഫോൺസിലും കണക്ട് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കേബിൾ വെച്ചും ഇതിലേക്ക് ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് ഈ എൻ്റെ ഫോണിൽ കണക്ട് ചെയ്തും യൂസ് ചെയ്യാൻ പറ്റും. ഫോണിൽ മാത്രമല്ല 3.5mm പോർട്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ഡിവൈസുകളും കണക്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഇത് ഓൾറെഡി ഒരു ഫോണിൽ കണക്ട് ചെയ്ത് നോക്കാൻ പോവാണ്. ഭാഗ്യത്തിന് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ഫോണിന് ഹെഡ്ഫോൺ പോർട്ടില്ല. അതുകൊണ്ട് നമ്മൾ എഡിറ്റർ സാൻജോയുടെ ഫോണാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. ഇവിടെ ഹെഡ്ഫോൺസ് അത്യാവശ്യം ലൗഡാണ് കേട്ടോ. ഇവിടെ നിന്ന് തന്നെ സൗണ്ട് കേൾക്കാം ഫുൾ വോളിയം വെച്ചപ്പം. ഇത് റൈറ്റ് സൈഡാണ്. ഞാനപ്പം ജസ്റ്റ് സ്പോട്ടിഫൈ എടുത്തു, നമുക്കൊന്ന് പാട്ട് കേട്ട് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് വെച്ചിട്ട് ഇനീഷ്യൽ ഇമ്പ്രഷൻ പറയുകയാണെങ്കിൽ നല്ല കംഫർട്ട് ഉണ്ട്. സാധാരണ ഹെഡ്ഫോൺസൊക്കെ വെക്കുമ്പം എന്തോ എടുത്ത് വെക്കുന്നൊരു ഫീലുണ്ട്. ഇത് പക്ഷേ വളരെ സോഫ്റ്റാണ് ഇതിൻ്റെ ആ പാഡിങ്ങും കാര്യങ്ങളൊക്കെ. ഓക്കെ, അത് വെച്ച് കേട്ടപ്പോൾ എന്തോ നല്ലൊരു ഫീലുണ്ട് കേട്ടോ. പാട്ടിന് നല്ലൊരു ഫീൽ ലഭിക്കുന്നുണ്ട്. എനിക്കെന്തായാലും ക്വാളിറ്റി ഇഷ്ടപ്പെട്ടു. ഇനീഷ്യൽ ഇംപ്രഷൻ എന്ന് പറഞ്ഞാൽ അടിപൊളി എന്ന് വേണേൽ പറയാം. എന്നുവെച്ചാൽ നമ്മൾ നോർമൽ കൺസ്യൂമർ ഗ്രേഡ് ഹെഡ്ഫോൺസിൽ കേൾക്കാത്ത ചില ഫ്രീക്വൻസിയും കാര്യങ്ങളൊക്കെ കേൾക്കുന്നതായിട്ട് അനുഭവപ്പെടുന്നുണ്ട്. നല്ല ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇതും കൂടെ നമുക്ക് നോക്കാം. രണ്ടിലും ഏകദേശം സിമിലർ ക്വാളിറ്റി തന്നെ ആയിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇതിൽ ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ, ആ ഒരു ഫ്രീക്വൻസി റേഞ്ചിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. പിന്നെ ഡിസൈനിലൊക്കെ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്ന് കൂടെ നമുക്ക് നോക്കാം. ഓക്കെ, അങ്ങനെ നമ്മൾ ഗ്രേ ഹെഡ്ഫോൺസും പുറത്തെടുത്തു. അപ്പം ഇതിൽ ബിൽഡിൽ വലിയ വ്യത്യാസമൊന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. എല്ലാം അതേപോലെ തന്നെ സെയിം ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. പിന്നെ ഇതിനകത്ത് ഒരു ഗോൾഡൻ ആക്സൻ്റ് ആണ്. ഈ റൈറ്റ് ലെഫ്റ്റ് എന്ന് എഴുതിയേക്കുന്നത് ഒരു ഗോൾഡൻ ഫീൽ ഉണ്ട്. പിന്നെ ഇതാണെങ്കിലും മെറ്റീരിയൽ കാണാൻ നല്ല രസമുണ്ട്. പക്ഷേ ഓവർ ദ ലോങ് ടൈം എങ്ങനെ ആകുമെന്ന് അറിയില്ല. രണ്ടും നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള സർഫസാണ്. അപ്പം ചെളി പിടിക്കാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട്. ഇനിയിപ്പോൾ ഇതും കൂടെ ഒന്ന് വെച്ച് നോക്കാം, എന്നിട്ട് ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് പറയാം. അപ്പം ഞാൻ ജസ്റ്റ് ഈ കേബിൾ ഇതേ നൂരി ഡയറക്റ്റ് ഇതേലോട്ട് കണക്ട് ചെയ്യാണ്. എനിക്ക് വലിയ വ്യത്യാസങ്ങളോ കാര്യങ്ങളോ ഒന്നും തോന്നുന്നില്ല. രണ്ടും സിമിലറായിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ നമ്മളിതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതിൽ ഞാൻ പറഞ്ഞല്ലോ ഒരേ സമയം 2 പോർട്ടും യൂസ് ചെയ്യുക എന്നുള്ളത്. അതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരുമായിട്ട് ഓഡിയോ ഷെയർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ ഒരു ഹെഡ്ഫോൺസ് ഞാൻ ഈ ഒരു സെറ്റപ്പിൽ കണക്ട് ചെയ്തേക്കാണ്. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ഇപ്പുറത്തുനിന്ന് ഈ ഒരു പോർട്ട് എടുത്തിട്ട് ഇങ്ങോട്ട് കണക്ട് ചെയ്താൽ, നമ്മളിങ്ങനെ ഈ പോർട്ട് ഇതിലും കണക്ട് ചെയ്തു, ഇതിലേക്കും അടുത്ത എൻഡ് കണക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കിതിൽ പ്ലേ ചെയ്യുമ്പോൾ രണ്ടിലും കേൾക്കാൻ സാധിക്കും. കേട്ടോ, ഇപ്പോൾ 2 ഹെഡ്ഫോൺസിലും ഓഡിയോ പ്ലേ ആകുന്നുണ്ട്. അപ്പോൾ ഇതിൽ മീഡിയ പ്ലേ ബാക്കിൻ്റെ ഓപ്ഷൻ കൂടെ ഉണ്ട് കേട്ടോ. ഈ മൈക്രോഫോൺ ബട്ടണിൽ ഇതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മീഡിയ നിങ്ങൾക്ക് റെസ്യൂം ചെയ്യാനും പോസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിൽ നൽകിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ 2 പ്രോഡക്റ്റുകളുടെ പ്രൈസിങ് നോക്കാം. അപ്പോൾ ഈ പ്രോഡക്റ്റിൻ്റെ പ്രൈസിങ് നോക്കുകയാണെങ്കിൽ 2299 രൂപയാണ് ആമസോണിലെ പ്രൈസ്. നമ്മൾ ഈ വീഡിയോ പ്രിപ്പയർ ചെയ്യുമ്പം നിങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു OneOdio Studio Pro 10ൻ്റെ വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് ഓവറോൾ ഈ പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ടു. നല്ല വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ഉഗ്രൻ ഫീച്ചേഴ്സ് നൽകുന്ന ഒരു അടിപൊളി പ്രോഡക്റ്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് വാങ്ങാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷൻ്റെ താഴെ ലിങ്ക് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായും കയറി ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇനിയും ഒരു ഉഗ്രൻ ടെക്നോളജി വീഡിയോ ആയിട്ട് നമ്മൾ ചാനൽ തിരിച്ചു വരും. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് മലയാളം ടെക് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. അടുത്തുള്ള ബെല്ലൈക്കണോടെ ക്ലിക്ക് ചെയ്തോൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്താൽ ഇതിൽ പുതിയ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും.
അപ്പോൾ വീണ്ടും ഒരു ഉഗ്രൻ ടെക്നോളജി വീഡിയോയിൽ നമുക്ക് കണ്ടുമുട്ടാം. ഗുഡ് ബൈ.